ഇങ്ങനെ കയറുക, ഇത് ഇങ്ങനെ അടയ്ക്കുന്നു. ഇവിടെ ഒരു കൗണ്ടർ അല്ലേ? കൗണ്ടറാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ കൗണ്ടറാണ്. ഇത് ഫുൾ ലെങ്തിലാണ് കൊടുത്തേക്കുന്നത്. നേരെ കയറാൻ പറ്റും. ഇതാണ് 2 കൗണ്ടർ വരുന്നത് അല്ലേ? ഫുൾ ലൈറ്റും എല്ലാം സെറ്റ് ആക്കിയിട്ടേക്കല്ലേ? എല്ലാം സെറ്റ്. ഡെലിവറി റെഡി ഫോർ ഡെലിവറിയാണ്. ഓക്കെ. 4.5 ലക്ഷം രൂപയോളമായിട്ട്. ഈ ഡിസൈൻ ഒക്കെ അവരുടെ ആയിരുന്നു? ഡിസൈൻ അവരുടെ ആയിരുന്നു. ബാക്കിയുള്ള വർക്ക് അല്ല, ഈ ഡിസൈൻ നമ്മുടെ ഈ ഒരു സ്റ്റിക്കർ അതെല്ലാം അവരുടെ ആവശ്യപ്രകാരം ചെയ്താണല്ലേ? വൈറ്റിലൊരു ഫ്ലെയിം പോലൊക്കെ ഉള്ള രീതിയിൽ. ഓക്കെ, നമുക്ക് വീല് ഈ 2 ഇത്രയും 4 വീൽ അല്ലേ? 4 വീല് അടുപ്പിച്ചേക്കുന്നത്. ഈ ഒരു സൈഡിൽ ആ ഒരു സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂണിക്കോണിന്റെ നമ്മുടെ ആ ഒരു ബാഡ്ജിങ്. ഇത് ഗ്ലാസ് അല്ലേ? ഇത് ഗ്ലാസ് ആണ്. ഇവിടെ കൗണ്ടർ വരുന്നുണ്ട്. ഇവിടെ കൗണ്ടർ വരുന്നത് ക്യാഷ് ട്രേയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. 2 ഫ്രയർ ഇവിടെ ഉണ്ട്. ഒരു ടീ ബർണർ പോലത്തെ ഉണ്ട്. ശരി. ഇവിടെ ഒരു 3 ബർണർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. വാഷ് ബേസിനുണ്ട് ഇവിടെ വരുന്നുണ്ട്. ഇതാണ് അകത്തുള്ള കാഴ്ചകൾ. ആവശ്യത്തിന് സ്റ്റോറേജ് ഉണ്ട്. 2 സൈഡിലും സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മോൾ ഭാഗത്തും ഉണ്ട്. ബോളിലും ഉണ്ട്. ഗ്യാസ് അവിടെ വരും. അല്ല, ഒറ്റ ഗ്യാസ് തന്നെ ഈ സൈഡും ആ സൈഡും എല്ലാം കണക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇതിന് നമുക്ക് ഇത് വെള്ളത്തിന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുത്തേക്കുന്നത്? വെള്ളത്തിന്റെ ടാങ്ക് ഇതിന്റെ മേളിലാണ് കൊടുത്തേക്കുന്നത്. ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ മേളിൽ തന്നെ കൊടുത്തേക്കുന്നത്. ഓക്കെ. നമ്മൾ ആ കാർഡിന്റെ ഒക്കെ അവർക്ക് വേറെ എക്സ്റ്റേണൽ ടാങ്ക് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ തന്നെയാണ് വാട്ടർ ടാങ്ക് കൊടുത്തേക്കുന്നത്. ഇപ്പൊ വേസ്റ്റ് വാട്ടർ പോകുന്നത് അടിയിൽ സെപ്പറേറ്റ് ടാങ്ക് ഉണ്ട്. ഓക്കെ. ഇത് വർക്ക് ചെയ്യുന്ന ഇതിന്റെ പവർ സോഴ്സ് ഇലക്ട്രിസിറ്റി ആണ്. അവരുടെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ഈ കൊടുത്ത പോയിന്റിലോട്ട് ഇതിലോട്ടാണ് നമ്മുടെ കറണ്ട് കണക്ഷൻ കൊടുക്കുന്നത് അല്ലേ? ശരി. ഇത് നമ്മുടെ ടാങ്കിൽ വരുന്ന പൈപ്പും കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ഇത് ഭിത്തിയോട് ചേർന്ന് ആയിരിക്കും കിടക്കുന്നത് അല്ലേ? ഓക്കെ. നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അല്ലേ? സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ. അവരുടെ ആവശ്യപ്രകാരം പ്രത്യേകിച്ച് ഡോറിന്റെ കാര്യം ഇപ്പം കച്ചവടം നടക്കുന്ന സമയത്താണെങ്കിലും ഒരാൾക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം. ശരി. ഇങ്ങനെ ഇറങ്ങിച്ചാൽ മതി. 2 ഡോർ തുറക്കാവുന്നല്ലേ? ഈ രണ്ട് ഡോർ തുറക്കാവുന്നല്ലേ? ഓക്കെ. എന്താണെങ്കിലും ചെയ്യാം. ഓക്കെ. നമ്മളത് ഈ ഒരു ഭാഗം നമ്മൾ മാറ്റാനില്ല. ഇതിവിടെ നമ്മളൊരു ട്രേ പോലെ കൊടുത്തേക്കുന്നത്. അതുകൂടെ കാണിക്കാം. അപ്പൊ അന്നേരം ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇത് നമ്മളെ നോർമലായിട്ട് മോമോ ബഗ്ഗിക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ? ഇത് ഫുൾ ലെങ്തിലാണ് കൊടുത്തേക്കുന്നത്. നേരെ കയറാൻ പറ്റും. ഓക്കെ. അപ്പൊ അവരുടെ കസ്റ്റമറിന് ആ ഒരു സ്ഥലത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിന്റെ ഡയമെൻഷൻ എത്ര ആയത്? ഇതിന്റെ ഡയമെൻഷൻ 12.6 ആണ്. 12 ലെങ്ത്. 12 അടി ലെങ്തും 6 അടി വീതി. അതൊരു സ്റ്റാൻഡേർഡ് സൈസായി മാറിയിട്ടുണ്ടല്ലേ? ശരി. ഇത് നമ്മുടെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഉള്ള സാധനം. ഈ സാധനം നമ്മൾ ഈ ക്രെയിനിൽ നമ്മുടെ വലിയ വണ്ടിയെ തന്നെ ടോ ചെയ്തല്ലേ കൊണ്ടുപോയി അവിടെ സ്ഥലങ്ങളിൽ ഇടുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. പ്രൈവറ്റ് സ്ഥലത്ത് പബ്ലിക്ക് പറ്റത്തില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടിടുകയാണ്. ഓക്കെ. ഇത് നമുക്ക് എത്ര, നമ്മുടെ ബഡ്ജറ്റ് എത്ര ആയിരുന്നു? ഏകദേശം 4.5 ലക്ഷം രൂപയോളമായിട്ടുണ്ട്. ഫുൾ വർക്ക്. ഈവൻ ഈ അഡ്വർടൈസ്മെന്റ്, അടിയിലത്തെ ലൈറ്റ്, ഡിസൈൻ ലൈറ്റ് എല്ലാം കൊടുത്തു. ഓ ശരി. നമ്മുടെ ഇത് ഇപ്പഴാ ശ്രദ്ധിച്ചേട്ടാ. വീലിന്റെ അവിടെ തന്നെ ഒരു റെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? ഫയർ മേളിലോട്ട് പോകുന്ന ഫ്ലെയിം അല്ലേ? ശരി. ഇപ്പൊ പെയിന്റിങ്, സ്റ്റിക്കർ എല്ലാവർക്കും ഒരു 4.5 ആ റേഞ്ചിലായിട്ടുണ്ട്. ബോർഡും റെഡിയാണ്. പക്ഷേ ബോർഡ് വരുന്നുണ്ടല്ലോ. ഏത് ബ്രാൻഡ്? ഏത്? ബ്ലേസ് ആൻഡ് വീൽസ്. എങ്ങോട്ടേത് സ്ഥലം? ഇത് എറണാകുളത്തോട്ടുള്ള വൈപ്പിനിലേക്കാണ്. ശരി. എന്ത് അവരുടെ പ്രൊഡക്റ്റ് തട്ടുകടയാണോ അതോ ഫാസ്റ്റ് ഫുഡ് ആണോ? അറിയില്ല, തീരുമാനിച്ചിട്ടില്ല. അല്ല, അവര് തീരുമാനിച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞില്ല. എനിക്ക് ഫാസ്റ്റ് ഫുഡ് കാണാം. അതല്ലേ ഫ്രയർ ഒക്കെ വെച്ചേക്കുന്നത്? ഫ്രയറും കാര്യമുണ്ട്. എന്തെങ്കിലും ചെയ്യാം അല്ലേ? നമ്മളുടെ സാധനങ്ങളാണല്ലോ അവർ പറയുന്നത്. ഇന്ന സാധനങ്ങൾ കുക്ക് ചെയ്യാനുള്ള സാധനം വേണമെന്നുള്ളതാണ് പറയുന്നത്. അതിനനുസരിച്ച് എല്ലാം ചെയ്തേക്കുന്നത്. ഫയർ എക്സ്റ്റിംഗ്വിഷറും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ. വണ്ടി ഫിനിഷ് എന്നാ കൊണ്ടുവന്നത്? നാളെ സെറ്റ് ആയിട്ടിരിക്കുകയാണല്ലേ? ഓക്കെ. അപ്പോൾ ഒരു 4 ലക്ഷം രൂപയ്ക്ക് ചെയ്തൊരു ഫുഡ് കാർട്ടാണ് ഈ കാണുന്നത്.